ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം സാധ്യതകൾ മങ്ങുന്നു. സംസ്ഥാന സർക്കാരിന് താൽപ്പര്യമില്ലാത്തതാണ് CBI അന്വേഷണത്തിന് തടസ്സം. സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ അന്വേഷണത്തിന് നിർദ്ദേശിച്ചാൽ മാത്രമേ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാനാവൂ. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കൂടി പ്രതിയായ കേസിൽ CBIക്ക് അന്വേഷിക്കാവുന്ന വിഷയങ്ങളുമുണ്ട്. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വിഭാഗമായ ദേവസ്വം വിജിലൻസ് ആയാലോ പ്രത്യേക അന്വേഷണ സംഘമായാലോ ഈ അന്വേഷണത്തിൽ എത്രത്തോളം സുതാര്യത ഉണ്ടാകുമെന്നുള്ള സംശയം സ്വാഭാവികമായും ബലപ്പെടുകയാണ്. കാരണം സർക്കാർ സംവിധാനങ്ങൾക്കിടെ സർക്കാർ ഇടപെടലുകൾക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ് ഈ സംഘങ്ങൾ നടത്തുന്നത്. അവിടെയാണ് CBI വേണമെന്നുള്ള ആവശ്യമുണ്ടായത്. പക്ഷെ നിലവിൽ CBI അന്വേഷണത്തിനുള്ള സാധ്യത എത്രത്തോളമാണ്? സുരേഷ്, CBIയുടെ അന്വേഷണം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ വേണമെന്നുള്ള ഒരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലടക്കം ഹർജി ഫയൽ ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നിലവിൽ SIT സംഘം ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാകുക വിരളമാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ CBIയുടെ അന്വേഷണം ആവശ്യപ്പെടണം. സാധാരണ രീതിയിൽ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരാൻ സാധ്യത കാണുന്നില്ല. കാരണം നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ തന്നെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തന്നെയാണ് ഈ കേസിലും പ്രതികൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ പിന്നിൽ മറ്റു ചില ആളുകളൊക്കെ തന്നെ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഹൈക്കോടതിക്കും ആ സംശയമൊക്കെ തന്നെ നേരത്തെ തന്നെ വന്നിരുന്നു. അതായത് വമ്പൻ സ്രാവുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ഉള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന സർക്കാർ CBIയുടെ അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിലവിലെ അന്വേഷണം തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. സാധാരണ രീതിയിൽ സംസ്ഥാന സർക്കാരിനോ അതും അല്ലെങ്കിൽ ഹൈക്കോടതിക്കോ ഈ കേസ് CBI ഏറ്റെടുക്കാനായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ സാധിക്കും. അത്തരത്തിലാണ് അങ്ങനെ വരുന്ന കാര്യത്തിൽ മാത്രമേ CBI കേസ് സാധാരണ രീതിയിൽ ഏത് കേസാണെങ്കിലും ഏറ്റെടുക്കുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന് ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ CBI ഈ കേസ് ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ ഒരു കേസ് CBIക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ കേരള സർക്കാർ പോകില്ല. കാരണം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഭരണസമിതിയിലുള്ളവർ, പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സംശയനിഴലിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം വേണ്ട എന്ന് തന്നെയാണ് നിലവിൽ വ്യക്തമാകുന്നത്. അതുകൂടാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ചില ആളുകളൊക്കെ തന്നെയുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള സഹായം പാർട്ടിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CBIയുടെ അന്വേഷണം പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ള ഒരു സമീപനം തന്നെയാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്. CBI വരേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമ്പോൾ രേഷ്മ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരിലേക്കടക്കം വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ ചില ജീവനക്കാർക്കെതിരെയും സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരിലേക്കും ഈ കേസ് അന്വേഷണം ഒതുക്കി തീർത്ത് അല്ലെങ്കിൽ എത്തിച്ച് ഒരു മുഖം രക്ഷിക്കാനുള്ള നീക്കം സർക്കാർ സ്വീകരിക്കുമെന്നുള്ള ആശങ്ക സ്വാഭാവികമുണ്ട്. സർക്കാർ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് CBI വരേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതിന്. പക്ഷേ CBI വേണം, സത്യം തെളിയണം എന്നുള്ള ആവശ്യം വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുമുണ്ടല്ലേ? സുരേഷ്, അതായത് CBIയുടെ അന്വേഷണത്തെ തുറന്നു തീർക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന ഏജൻസിയുടെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ഒരു പേടി സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം നിലവിൽ ഈ SIT സംഘത്തിൽ 2 പേരെന്ന് പറയുന്നത്, 2 ക്രൈംബ്രാഞ്ച് DYSPമാരെന്ന് പറയുന്നത് നേരത്തെ ദേവസ്വം വിജിലൻസിൽ ഉദ്യോഗസ്ഥരായിരുന്ന ആളുകൾ തന്നെയാണ്. അത് ഈ ഒരു അന്വേഷണം കാര്യക്ഷമമാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം കൂടുതൽ ജനിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കേസ് അട്ടിമറിക്കപ്പെടാനോ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തപ്പെടാനോ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ VSP അടക്കം ഉന്നയിച്ച അതേ പശ്ചാത്തലം കൂടി ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദേവസ്വം വിജിലൻസിന്റെ ആണെങ്കിലും നിലവിലെ SIT സംഘത്തിന്റെ ആണെങ്കിലും അന്വേഷണത്തിൽ കാര്യമായിട്ടുള്ള ഗൂഢാലോചനയൊന്നും തെളിയിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഗൂഢാലോചന അടക്കം പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ കൃത്യമായിട്ട് ആസൂത്രണം നടത്തുന്ന പദ്ധതി
അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമങ്ങൾ നടത്തുന്ന വമ്പൻ സ്രാവുകളുണ്ട്. അവരെ കൂടി പുറത്തു കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണ്. പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കില്ല. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷണം സംസ്ഥാന ഏജൻസിയിൽ തന്നെ നിക്ഷിപ്തമാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുവാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് CBI അന്വേഷണം വേണമെന്നുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നടപടിയിലേക്കോ ആവശ്യത്തിലേക്കോ ഒന്നും സംസ്ഥാന സർക്കാർ കടക്കുന്നില്ല എന്ന് തന്നെയാണ്. സുരേഷ്, രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.